ഗുഡ് മോർണിംഗ് പഞ്ചാബ്. പഞ്ചാബിൽ നമ്മളിപ്പോൾ ഫസിൽക്ക എന്ന് പറയുന്നൊരു സ്ഥലത്താണുള്ളത്. ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടലാണിത്, കഞ്ചൻ താര. ഇപ്പോൾ സമയം ഏകദേശം 7:30 അപ്പം നമ്മളിന്ന് പോകുന്നത് അമൃത്സറിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം അമൃത്സറിലേക്ക് ഏതാണ്ട് ഒരു 200 കിലോമീറ്ററാണ് ദൂരം കാണിക്കുന്നത്. രാവിലെ ഇവിടുത്തെ തിരക്കുകളൊക്കെ തുടങ്ങി വരുന്നു. ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ ഒരു പ്രധാന വാഹനം ട്രാക്ടറാണ്. ട്രാക്ടറിൽ അവർ പല അഭ്യാസങ്ങളും കാണിക്കും. ട്രാക്ടർ ചിലപ്പം ഒരു ട്രക്കാക്കും, ഒരു ട്രെയിലറാക്കും. എല്ലാത്തിനും എന്താവശ്യങ്ങൾക്കും ട്രാക്ടറാണ് മെയിൻ. പിന്നെ ഞാനിവിടെ വേറൊരു വണ്ടി കണ്ടു. സാധാരണ ഒരു ഡീസൽ ജനറേറ്റർ ഉണ്ടല്ലോ, അതിനൊരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് അതിനൊരു വണ്ടി ആക്കിയേക്കുന്നു. അതിന് രജിസ്ട്രേഷനോ ബുക്കോ പേപ്പറോ അങ്ങനെയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല. പക്ഷെ ഒരു ഡീസൽ എൻജിൻ വെച്ചിട്ട്, ഡീസൽ ജനറേറ്ററോ മറ്റോ എന്ന് തോന്നുന്നത്, അതിന് ഒരു ഗിയർ ബോക്സൊക്കെ വെച്ചിട്ടൊരു വണ്ടിയാക്കി മാറ്റി വെച്ചിരിക്കുന്നു. രാജസ്ഥാനിൽ നിന്ന് എനിക്ക് പഞ്ചാബിലോട്ട് കയറിയപ്പം ആദ്യം വളരെ പ്രകടമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പച്ചപ്പാണ്. എവിടെ നോക്കിയാലും പച്ചപ്പ്. ഇതുണ്ട് പാടകൾ കിടക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മെയിൻ തിങ്, കൃഷിഭൂമി. ഇവിടെ മൊത്തം കച്ചറയാണല്ലോ. ഇതൊരു മെയിൻ റോഡിൻ്റെ 2 വശമാണെന്ന് തോന്നുന്നു. ഒരു മെയിൻ റോഡാണോ എനിക്ക് തോന്നുന്നു, അതേം തോന്നുന്നു. അത് പാട്ടൊക്കെ വെച്ച് വളരെ ആഘോഷമായിട്ട് അവർ പോവുള്ളൂ. മൃഗങ്ങളെ വെച്ചിട്ടുള്ളൊരു വണ്ടി ഉണ്ടെങ്കിൽ അതിവിടെ കൂടുതലുള്ളത് പുതിയ വണ്ടികളാണ്. അല്ലേ? അതെ. ഓ, വണ്ടി മറിഞ്ഞല്ലോ. ഇതാണ് ഇവിടെ ബൈക്കിലുള്ളൊരു വണ്ടി. സിഖ് മതത്തിൻ്റെ ഒരു ജന്മദേശമാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. സിഖ് മതത്തിൻ്റെ ജന്മദേശമാണ് പഞ്ചാബ്.
ഇവിടെ ഫുൾ ഏരിയ പങ്കും ആൾക്കാരും സിഖ് മതവിശ്വാസികളാണ്. 1947 മുമ്പ് പഞ്ചാബ് വലിയൊരു ഭൂപ്രദേശമായിരുന്നു. 1947 മുമ്പ്. അതിനുശേഷം ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും വിഭജനം നടന്നല്ലോ. 1947 ശേഷമാണ് ഇന്ത്യ പാക് വിഭജനം നടന്നത്. അപ്പോൾ ആ വിഭജനം നടന്ന സമയത്ത് പഞ്ചാബിൻ്റെ കിഴക്ക് സൈഡ് ഇന്ത്യയുടെ ഒപ്പം നിന്നു, തെക്ക് പടിഞ്ഞാറ് സൈഡ് പാകിസ്ഥാൻ്റെ ഭാഗത്തോട്ടും പോയി. അങ്ങനെ പാകിസ്ഥാൻ്റെ സൈഡിലുണ്ട് പഞ്ചാബ്, ഇപ്പോൾ ഇന്ത്യയുടെ സൈഡിലുണ്ട് പഞ്ചാബ്. എന്നത്തെയും പോലെ ഇന്നും റൊട്ടിയുണ്ട്, പനീർ ബട്ടറുണ്ട്, ഇവിടെ കുറച്ച് ഒനിയനുണ്ട്. ബാറ്റ് കുറച്ച് ഡൗൺ ആണെന്ന് തോന്നുന്നു. ഓക്കെ, കച്ചി കൊണ്ടുവന്ന ട്രാക്ടറാണ്. ഒരു ലൈൻ മൊത്തം അവനെടുത്തു. നമ്മൾ അമൃത്സറിലേക്ക് എത്താനായിട്ട് ഏകദേശം ഇനി ഒരു 20 കിലോമീറ്റർ കൂടി ദൂരമുള്ളൂ. 20 ഇല്ല, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഗോൾഡൻ ടെമ്പിളിൻ്റെ മുകളിലുള്ളൊരു മകുടം ഉണ്ടല്ലോ, ആ ഒരു ഡൂം, അതിനോട് സാമ്യമുള്ള മറ്റൊരു ആർച്ച്. ഇതാണ് അമൃത്സറിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട്, ഈ തണലത്തൊക്കെ മാറ്റി വെക്കാം. ഇതൊരു വളരെ വലിയൊരു സൈസാണല്ലേ. ഈ ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഇത് നല്ല ജോലിയാണ്. പേര് ബന്ധര. അയ്യോ, പേര് വീണ്ടും ബന്ധരായി. ചേടാ, साथ मिला, फिर साथ मिला। हाँ हाँ, വീണ്ടും ടയർ പഞ്ചറായി. साथ पंचर मिला। पंचर है कितना दूर? थोड़ा दूर है।
रेडी है? रेडी? चालू। ठीक है। ഞാനിപ്പോൾ ഉള്ളത് അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിലാണ്. ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ ക്ഷേത്രം അല്ലേ, സ്വർണ്ണ ക്ഷേത്രം എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. സിഖ് മതവിശ്വാസികളുടെ ഏറ്റവും പുണ്യ തീർത്ഥാടന ക്ഷേത്രമാണിത്. അകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ തലയിൽ ഒരു കെട്ട് ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഈ സുവർണ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇവിടെ നടുക്കൊരു തടാകം പോലൊരു ഭാഗം കാണാം. ആ തടാകത്തിൻ്റെ നടുക്കാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗം ഉള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പ്രസാദമാണ്. ഞാൻ ഇതിൻ്റെ പകുതി കഴിച്ചു. ഇത് റവ കൊണ്ടൊരു സാധനം. നമ്മളിനി തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഞാനീ പോകുന്ന ഒരു മാർക്കറ്റിൻ്റെ ഇടയിൽ കൂടെയുള്ള ഒരു വഴിയാണ്. ഈ മാർക്കറ്റും വളരെ തിരക്ക് പിടിച്ചൊരു മാർക്കറ്റാണ്. പലവിധ കച്ചവടങ്ങളാണ് ഇവിടെ ഉള്ളത്. തുണികൾ, ആയുധങ്ങൾ, അതേപോലെ ഗ്രോസറികൾ. അമൃതസറിലേക്ക് നമ്മൾ എത്തിയപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ വലച്ചത് ട്രാഫിക്കാണ്. റിക്ഷകളും വണ്ടികളും ബസ്സുകളും എല്ലാം വളരെ തിരക്ക് പിടിച്ച റോഡുകളാണ് ഇവിടുത്തെ. അതാണ് ഫസിൽക്കായിൽ നിന്ന് അമൃതസറിലേക്കുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ യാത്ര ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയുക. അപ്പോൾ നമുക്ക് മറ്റൊരു യാത്രയിൽ വീണ്ടും കാണാം. ബൈ.